ഹലോ, വെൽക്കം ടു ജാനെക്സ്. വിയറ്റ്നാം ട്രിപ്പിൻ്റെ ഡേ 1 ആണ് ലാസ്റ്റ് നമ്മൾ കണ്ട വീഡിയോ. ഇത് ഡേ 2 ആണ്. ഡേ 1 കാണാത്തവരെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. വളരെ വിശാലമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയാണ് ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിൽ അത്യാവശ്യം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും അതുപോലെ വിയറ്റ്നാമീസ് ഐറ്റംസും ഉണ്ടായിരുന്നു. കുറച്ച് വീതം എല്ലാവർക്കും ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് കൂച്ചി ടണൽസ് ആണ്. ഇത് നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ടൂറാണ്. ഒരു മിനി വാനിലാണ് ഇന്ന് നമ്മളെ ടൂർ ഗൈഡ് പിക്കപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു 10-21 പേരുണ്ട് കേട്ടോ ഈ ഒരു ഗ്രൂപ്പിൽ. ഗൈഡ് തന്നെ നമുക്ക് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. ഹലോ ഗൈസ്, ഡേ 2 നമ്മളിന്ന് കൂച്ചി ടണൽ വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് വിയറ്റ്നാമീസിൻ്റെ ഒരു സർവൈവൽ സ്റ്റോറി നമ്മളെ കാണിക്കുന്ന ഒരു സ്ഥലമാണ്. വിയറ്റ്നാം വാറിൽ അവരെങ്ങനെയാണ് ജയിച്ചതെന്നുള്ളതിന് ഒരു വലിയ പങ്ക് വഹിക്കുന്ന സ്ഥലമാണ് കൂച്ചി ടണൽസ്. നമുക്ക് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യാം. അമേരിക്കയെ പോലെ ഒരു വലിയ ലോകശക്തിയോട് ജയിക്കാനായിട്ട് വിയറ്റ്നാം ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ടാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. നമുക്കിങ്ങനെ ഒരു സ്റ്റിക്കർ ഇവർ എൻട്രി ടൈമിൽ ഒട്ടിച്ച് തരും കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രമല്ല, മിക്കവാറും ആൾക്കാർ കൂച്ചി ടണൽ വിസിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഗ്രൂപ്പ് ടൂറിലാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗൈഡ്. ഇദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഡെമോൺസ്ട്രേഷനാണ്. എങ്ങനെയാണ് കൂച്ചി ടണലിലേക്ക് ഇവർ ഇറങ്ങി നിന്നിരുന്നത്, ടണൽ പാതയിലേക്ക് എങ്ങനെ കയറിപ്പോയി എന്നുള്ളതാണ് കാണിച്ചു തന്നത്. നമുക്കും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഞാനും കയറി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ മൂടിയാണ്, നമ്മുടെ ഒരു പലകയൊക്കെ പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇലകളൊക്കെ ഇട്ട് ഒരു ക്യാമഫ്ലേജ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അമേരിക്കൻ പട്ടാളത്തിൽ നിന്നും വിയറ്റ്നാം ഗൊറില്ല പോരാളികൾ ഒളിച്ചിരുന്ന സ്ഥലമാണ് ഈ ടണൽസ് എല്ലാം. തങ്ങളുടെ ജീവനും അടുക്കി പിടിച്ച് ഇത്തരം ടണൽസിൽ ഒരുപാട് വർഷങ്ങൾ അവർ താമസിച്ചു എന്നുള്ളത് അവരുടെ ഒരു സർവൈവൽ സ്റ്റോറീനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഭൂമിക്കടിയിൽ ഈ ടണലുകളിലേക്ക് എയർ എത്തിയിരുന്നത് ഇത്തരം പുറ്റുകളിലൂടെയായിരുന്നു. ഈ പുറ്റുകളുടെ മുകളിൽ വെച്ചിട്ടുള്ള മുളകളിലൂടെയും ചെടികളിലൂടെയൊക്കെയാണ് ഓക്സിജൻ ഈ ടണലുകളിലേക്ക് എത്തിയിരുന്നത്. അന്ന് US പട്ടാളം ഉപേക്ഷിച്ച് പോയിട്ടുള്ള പാരച്യൂട്ടുകളുടെ മെറ്റീരിയൽ എടുത്ത് ഡ്രസ്സ് തയ്ച്ചും ടയറുകൾ മുറിച്ച് ചെരുപ്പുണ്ടാക്കിയും ഒക്കെ ഇവർ സർവൈവ് ചെയ്തു. ഒത്തിരി ആയുധമൊന്നും കയ്യിലില്ലായിരുന്ന വിയറ്റ്നാം ഗൊറില്ലകൾ ഇത്തരം ട്രാപ്പുകളിലൂടെയാണ് US പട്ടാളക്കാരെ പലപ്പോഴും വീഴ്ത്തിയിട്ടുള്ളത്. ഇത്തരം റാറ്റ് ഹോൾസിൽ വീഴുന്ന അമേരിക്കൻ സോൾജേഴ്സിനൊന്നും പിന്നെ നല്ല ജീവനോടുകൂടെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അമേരിക്കൻ സോൾജേഴ്സ് ഈ ടണൽസിൽ ജീവിക്കുന്ന ഗൊറില്ലാസിനെ കണ്ടുപിടിക്കാനായിട്ട് ഡോഗ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ഡോഗ്സിനെ വഴി തെറ്റിക്കാനായിട്ട് അമേരിക്കൻ പട്ടാളത്തിൻ്റെ തന്നെ സോപ്പാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ശത്രുക്കളിൽ നിന്ന് കിട്ടുന്ന ബോംബുകൾ ഡിഫ്യൂസ് ചെയ്ത് അതിൽ നിന്നുള്ള കരിമരുന്ന് കളക്ട് ചെയ്തിട്ടാണ് ഇവർ സ്വന്തമായിട്ട് കുറേ ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ ഒരു ടണലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ടുള്ളത്. അക്കാലത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബാണ് ഇവിടെ ഇരുന്ന് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് നമ്മളടുത്ത് ഗൈഡ് പറഞ്ഞത്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളൊക്കെ ആയുധങ്ങൾ നൽകി ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള M16, AK-47 പോലുള്ള ആയുധങ്ങൾ നമുക്കിവിടെ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു അഡീഷണൽ പേയ്മെൻ്റ് ഉണ്ട്. നമ്മളെന്തായാലും അതൊക്കെ ചെയ്ത് ടിക്കറ്റോട് കൂടെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഷൂട്ടിംഗ് റേഞ്ചിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് ചെയ്യാൻ പോകുന്നത്. ഞാനും ഹസ്ബൻഡും ട്രൈ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഹെൽഡ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ പുള്ളിക്ക് ഇംഗ്ലീഷോ നമുക്ക് വിയറ്റ്നാമീസോ അറിയാത്തത് കൊണ്ട് നല്ല അടിപൊളി കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഞാൻ പിന്നെ പണ്ടേ ഒരു ശിക്കാരി ചെമ്പു ആയതുകൊണ്ട് എൻ്റെ ഒരൊറ്റ ബുള്ളറ്റ് പോലും ടാർഗറ്റിൻ്റെ 7 അയലത്ത് കൂടെ പോയിട്ടില്ല ഗൈസ്. ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ പോയിട്ടുള്ളത് ടണലിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ ഒരു യാത്രയിലേക്കാണ്. ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരാളെയും ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. അല്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ഈ ഒരു എക്സ്പീരിയൻസ്. അന്ന് ഗൊറില്ല പോരാളികൾ എങ്ങനെയാണ് ഈ ടണൽസിൽ നിന്ന് ഒരു ചേംബറിൻ്റെ മറ്റൊരു ചേംബറിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. അത്യാവശ്യം വീതിയുള്ളൊരു ചേംബറിൽ നിന്ന് ടണലിലേക്ക് കയറുമ്പോൾ ആദ്യം 100 മീറ്റർ നീളമാണ് ടണലിനുള്ളത്. അപ്പോൾ നമ്മളൊന്ന് കുനിഞ്ഞ് യാത്ര ചെയ്യുകയാണ് വേണ്ടത്. നല്ല നീളമുള്ള ആൾക്കാർ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടും കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കയറും. അപ്പോൾ 60 മീറ്റേഴ്സ് ആയിട്ട് ടണലിൻ്റെ നീളം കുറയും. നമ്മൾ ശരിക്കും കുനിഞ്ഞ് വേണമെങ്കിലൊന്ന് മുട്ടിലഴഞ്ഞ് നടക്കേണ്ടി വരും. അതിൻ്റെ അടുത്ത സെക്ഷനിലെത്തുമ്പം വീതി 40 മീറ്ററായിട്ട് കുറയും. അപ്പം നമ്മൾ കിടന്നും നിരങ്ങിയും വേണം ട്രാവൽ ചെയ്യാനായിട്ട്. ഓക്സിജനും വെളിച്ചവും ഒക്കെ കുറഞ്ഞ് ഈ ഒരു ചുറ്റുപാടിൽ കുറച്ച് നേരം നിൽക്കുമ്പം തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം ഇത്തരം കണ്ടീഷൻസിൽ ആഴ്ചകളോളം ഈ ഒരു ടണലിൽ താമസിച്ച ഗൊറില്ലകളുടെ ഒരു അവസ്ഥ ഓർത്തപ്പം ശരിക്കും ഞാൻ നമിച്ചുപോയി.
അതിലധികം ഞാൻ ഞെട്ടിപ്പോയത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തുരങ്കത്തിൻ്റെ വീതി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഇറങ്ങാനുള്ള ആക്സസ് ഈസി ആക്കിയിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞപ്പോഴാണ്. യുദ്ധകാലത്തെ ദാരിദ്ര്യത്തിലും ഭീകരാവസ്ഥയിലൊക്കെ അവരെന്താ കഴിച്ചതെന്നല്ലേ? നമ്മുടെ കപ്പ വളരെ ഡ്രൈ ആയിട്ട് പുഴുങ്ങിയതും പീനട്ടും ഉപ്പൂടെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇവരുടെ മെയിൻ ഭക്ഷണം എന്നുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ ഒരു വിശിഷ്ട ഭക്ഷണം പോലെ തന്നു. നമ്മൾ പിന്നെ ഇത് കണ്ടുകൊണ്ട് ഒരു കഷ്ണം അങ്ങ് കഴിച്ചു പോന്നു. യുദ്ധകാലത്തെ ഭൂമിക്കടിയിൽ താമസിക്കുമ്പം കുക്ക് ചെയ്തിങ്ങനെ പുക പോകുന്നത് മുകളിലുള്ള ഹെലികോപ്റ്റേഴ്സ് കണ്ട് അവിടെ ബോംബ് ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ സ്ലിറ്റുകളിലൂടെയാണ് കുക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന പുക ആ ചേമ്പറിൽ നിന്ന് പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. അമേരിക്കൻ യുദ്ധത്തെക്കുറിച്ച് അവർ ചിത്രീകരിച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അവിടുത്തെ ജനതയ്ക്കും ടൂറിസ്റ്റുകൾക്കും ഒക്കെ കാണാനായിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അതും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഒത്തിരി ക്ലിയർ അല്ലാത്ത വിഷ്വലും സൗണ്ട് ക്വാളിറ്റിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫിലിം അന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. വാർ അവിടെ അവശേഷിപ്പിച്ച എല്ലാ കാര്യങ്ങളും, ആയുധങ്ങളായാലും മിസൈലുകളായാലും ബോംബുകളായാലും എല്ലാം ഈ ഒരു കൂച്ചി ടണലിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മെയിൻ ഹോച്ച്മി സിറ്റി ടൗണിൽ നിന്നും ഈ കൂച്ചി ടണലിലേക്ക് ഒരു 1.5-2 മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. നമ്മളൊരു 3:30 തിരിച്ച് സിറ്റിയിലെത്തി. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ബെൻറ്റൺ മാർക്കറ്റിൽ നിന്നാണ്. അവിടെ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. നമുക്കിഷ്ടമുള്ള കുറച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. തിരിച്ച് റൂമിലോട്ട് വന്ന് ഒന്ന് ഫ്രഷനപ്പായി കുറച്ച് നേരം ഉറങ്ങാമെന്ന് കരുതി. ഹോച്ചിമിൻ സിറ്റിയിൽ ഈ ബെൻറ്റൺ മാർക്കറ്റിൽ നിന്നൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മൾ നിന്നിട്ടുള്ള സൺറൈസ് ഹോട്ടലുള്ളത്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ലോബിയും പരിസരങ്ങളൊക്കെ. ഇന്ന് നമുക്കൊന്ന് റൂം ടൂർ കാണാം. വിയറ്റ്നാം ട്രിപ്പിലെ 4 ദിവസങ്ങൾ നമ്മൾ ഈ റൂമിലാണ് കഴിയുന്നത്. ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡെയിലി വൺസ് ഹൗസ് കീപ്പിങ്ങും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സിറ്റിക്ക് അകത്ത് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം നൈറ്റിൽ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ഹോച്ചിമിൻ സിറ്റിയിലെ സിറ്റി ടൗൺ ഹാളാണിത്. ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ പണിതിട്ടുള്ള ഈ ബിൽഡിങ് സത്യത്തിൽ വളരെ പ്രൗഢിയോടുകൂടെ ആ സിറ്റി സെൻറ്ററിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിലായി നല്ല ഭംഗിയുള്ളൊരു ഉദ്യാനമുണ്ട്. ഈ ഉദ്യാനത്തിൽ ഹോച്ചിമിൻ്റെ ഒരു പ്രതിമയുണ്ട്. ഒത്തിരി പേര് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഈവനിങ്സിലും രാത്രിയുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഈ ഒരു സ്ക്വയർ യൂസ് ചെയ്യുന്നുണ്ട്. ഹോച്ചിമിൻ്റെ പ്രതിമ ഒരു നഗരപിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് പ്രൗഢിയായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്ത് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കെങ്ങനെയാണോ മഹാത്മാഗാന്ധി, അതുപോലെയാണ് വിയറ്റ്നാമീസിന് ഹോച്ചിമിൻ. ഇതൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ കരിക്ക് ശ്രദ്ധയിൽ പെട്ടത്. ഇവിടെ കരിക്ക് വെട്ടി വിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നല്ല തണുപ്പിച്ചൊരു കരിക്കും വാങ്ങി നമ്മൾ സിറ്റി ടൂറിനിറങ്ങി. പ്രീ ബുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സർവീസ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഗൈഡ്സിൻ്റെ അടുത്ത് പോയി നമുക്ക് ഡയറക്റ്റായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ 2 പേർക്കുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്തു. നേരെ അപ്പർ ഡെക്കിലേക്ക് കയറി. രാത്രി ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റേറ്റ് പോകാം. നമ്മളൊരു സിറ്റി ടൂറിന് പോവാണ്. ഇങ്ങനെ ബസ്സിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഓപ്പൺ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ പോകുന്ന വഴി നമ്മളൊരു കരിക്ക് വാങ്ങി. അടിപൊളി നല്ല തണുത്ത കരിക്ക് അവർ നമുക്ക് അപ്പം തന്നെ മുറിച്ചൊക്കെ തരും. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ നാട്ടിനേക്കാൾ അടിപൊളി കരിക്ക്. ആ കരിക്കിനെ കുറിച്ച് അത്ര എടുത്തു പറയാൻ കാര്യം നല്ല ടേസ്റ്റി ആയിരുന്നു ഗൈസ്, പറയാതെ വയ്യ. എന്തായാലും ടൂറ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ മുകളിലിരുന്ന് ആ സിറ്റിയിലൂടെ ഒരു 45 മിനിറ്റ്സ് അവർ നമ്മളെ ചുറ്റിക്കും. ഹോച്ചിമിൻ സിറ്റിക്കകത്തെ പ്രധാന ഹിസ്റ്റോറിക്കൽ മന്ദിരങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഒരു സിറ്റി ടൂറിൽ അവർ കവർ ചെയ്യും. ഇതിപ്പം സിറ്റി ഹാളാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം. അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോച്ചിമിൻ സിറ്റിയിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. സിറ്റിയുടെ എവറി നൂക്ക് ആൻഡ് കോർണറിൽ നിന്നും ഈ ഒരു ബിൽഡിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നഗരത്തിനകത്തുള്ള ഈ ഒരു റിവർ സൈഡ് ഇവർ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഹോച്ചിമിൻ സിറ്റിയിലെ ഈ ഒരു റിവർ സൈഡ് ഇവരുടെ പല പല ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനും അതുപോലെ ആൾക്കാർക്ക് വെറുതെ നടക്കാനായിട്ടുണ്ടെങ്കിലും പറ്റുന്ന രീതിക്ക് നല്ല ഭംഗിയായി അലങ്കരിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ഹോളിഡേ ആണ് ലൂണാർ ന്യൂ ഇയർ. അതിനെ വരവേൽക്കാനായി നഗരം നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. വിയറ്റ്നാമിൻ്റെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് ഹോച്ചിമിൻ സിറ്റി എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ടോളറായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാമീസിന് സോഷ്യൽ ലൈഫ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു റാൻഡം ട്യൂസ്ഡേ ആണ്, പക്ഷേ പാർക്കുകളിലൊക്കെ ഇപ്പോഴും രാത്രിയും നമുക്ക് ആളുകളെ കാണാനായിട്ട് സാധിക്കും.
അതുപോലെ റെസ്റ്റോറൻറ്റുകളിൽ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിലെയും ആളുകൾ പുറത്തോട്ട് സ്ട്രീറ്റിന് പുറത്തോട്ട് ചെറിയ സ്റ്റൂൾ മേശ സെറ്റപ്പ് പുറത്തേക്കിട്ട് അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. വിയറ്റ്നാമീസിന് 4 ആനിമൽസ് വളരെ സേക്രഡാണ്. അതിൽ യൂണിക്കോൺ, ഫീനിക്സ്, ടേർട്ടിൽ, അതുകൂടാതെ ഈ ഡ്രാഗണും ഉണ്ട്. ഇവിടെ കൊക്കക്കോല തൊട്ട് ഓടിയുടെ സിമ്പലിൽ വരെ ഈ ഒരു ഡ്രാഗണിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു ലേക്കാണ് ഈ ടേർട്ടിൽ ലേക്ക്. ഇതും വളരെ ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജിലൂടെ നടന്നു പോയിട്ട് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിട്ട് ആ ഒരു ലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് വിഷുവിന് കണിക്കുന്ന എന്ന പോലെ ഇവരുടെ ലൂണാർ ന്യൂ ഇയറിൻ്റെ പ്രത്യേകതയാണ് ഈ മഞ്ഞ പൂക്കളുള്ള ചെടി. ഇത് അവർക്ക് വളരെ ലക്കി ആയിട്ടുള്ളൊരു സിമ്പലാണെന്നാണ് പറയുന്നത്. ആപ്രിക്കോട്ടിൻ്റെ പുഷ്പങ്ങളാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഈ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് രാത്രി ഡിന്നറും കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. നാളെ വളരെ നേരത്തെ എണീറ്റ് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകണം. ആ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.